ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കുറേ ടൈം എടുക്കും. ഈ ബ്രേക്കപ്പ് ആയ വ്യക്തികൾ കടന്നു പോകുന്ന കുറേ ചിന്തകളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഇതായിരിക്കും: വാട്ട് ഇഫ് ഹി ഓർ ഷീ ഗെറ്റ്സ് എ ബെറ്റർ പേഴ്സൺ ദാൻ മീ? വാട്ട് ഇഫ് ഹി ഓർ ഷീ സ്റ്റാർട്ട്സ് ലവിങ് ദാറ്റ് പേഴ്സൺ? എന്നെ സ്നേഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഇനി അടുത്തൊരാൾ സ്നേഹിച്ചാലോ? അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്തതിനേക്കാളും കൂടുതൽ ഇനി വരുന്ന വ്യക്തിയെ ഇയാൾ കെയർ ചെയ്താലോ? വാട്ട് ഇഫ് ഇപ്പം എന്നോട് ഇറിറ്റേറ്റിംഗ് ആയിരുന്ന, എന്നോട് എപ്പോഴും ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്ന, എനിക്ക് തീരെ ടൈം തരാത്തൊരു വ്യക്തി വാട്ട് ഇഫ് വേറൊരു പേഴ്സണെ കിട്ടിയാൽ ഭയങ്കര കെയറിങ് ആയി, അവർക്ക് ഏത് നേരവും ടൈം കൊടുത്തു? വാട്ട് ഇഫ് ദിസ് പേഴ്സൺ ചേഞ്ചസ് കംപ്ലീറ്റ്ലി എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ കിടന്ന് കളിക്കും. അങ്ങനെ കിടന്ന് കളിക്കുന്നവരോട് ഐ വുഡ് സേ ജസ്റ്റ് സ്റ്റോപ്പ്. ആ ഒരു പെർസ്പെക്റ്റീവ് നേരെ തിരിക്കുക. ജസ്റ്റ് തിങ്ക്, വാട്ട് ഇഫ് ഐ ഗെറ്റ് എ ബെറ്റർ പേഴ്സൺ? വാട്ട് ഇഫ് ഐ ഗെറ്റ് എ പേഴ്സൺ എനിക്ക് ഇങ്ങനെ ബെഗ് ചെയ്യേണ്ടി വരാത്ത, എനിക്ക് സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ടൈമിന് വേണ്ടി, അറ്റൻഷന് വേണ്ടി ബെഗ് ചെയ്യേണ്ടി വരാത്തൊരു പേഴ്സൺ എനിക്ക് കിട്ടിയാലോ? വാട്ട് ഇഫ് ഐ ഗെറ്റ് വാട്ട് ഐ ഡിസേർവ്? എനിക്ക് ഡിസേർവ് ചെയ്യുന്ന ലവ് തരുന്ന ഒരാളെ എനിക്ക് കിട്ടിയാലോ? വാട്ട് ഇഫ് ഐ ഗെറ്റ് ദ പേഴ്സൺ ഹൂം ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ഫോർ? വാട്ട് ഇഫ് ഐ ഗെറ്റ് എ പേഴ്സൺ വിത്ത് ഹൂം ഐ കുഡ് ലിവ് മൈ ഫ്യൂച്ചർ സോ ബ്യൂട്ടിഫുള്ളി? ആ ഒരു തോട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? എപ്പോഴും അയാൾക്ക് അങ്ങനെ കിട്ടിയാലോ, അല്ലെങ്കിൽ എന്നെക്കാൾ ബെറ്റർ ആയ പേഴ്സൺ അവർക്ക് കിട്ടിയാലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം വാട്ട് ഇഫ് ഐ ഗെറ്റ് വാട്ട് ഐ ഡിസേർവ് എന്നുള്ളൊരു തോട്ടിലേക്ക് പോയോക്കൂ. വാട്ട് ഇറ്റ് ബി സോ ബ്യൂട്ടിഫുൾ. ജസ്റ്റ് തിങ്ക് ദാറ്റ് വേ. അത്ര എളുപ്പമല്ല, ബട്ട് സ്റ്റാർട്ട് തിങ്കിങ് ഇറ്റ് ദാറ്റ് വേ.